ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ തോട്ട്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് അവർ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെ എന്തായിട്ടാണ് അവർ മനസ്സിൽ കാണുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരുന്നിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി പൂർണ്ണമായും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 6 ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ദുഃഖിതനാണ് ഈ ഒരു ടൈമിൽ. അവർ ഒരുപാട് ദുഃഖത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദുഃഖത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിലും അവർ ഈ ദുഃഖമെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒരു സന്തോഷം വേണം ജീവിതത്തിൽ എന്നൊരു ആലോചനയിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് കാർഡാണ്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ നിങ്ങളില്ലാതെ പിരിഞ്ഞു നിന്ന സമയത്ത് ഒരുപാട് ദുഃഖിതനായിരുന്നു. എന്നാൽ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത അവരുടെ മൈൻഡിലുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ ആ പേഴ്സണെ ഒരുപാട് വേദനിപ്പിക്കുന്നു. നിങ്ങളും അവരുമായിട്ട് പിരിഞ്ഞതിലുള്ള ആ ഒരു ഓർമ്മകൾ ആ പേഴ്സണെ ഈ ഒരു സമയത്ത് ഒരുപാട് വേദനിപ്പിക്കുകയാണ്. നിങ്ങളിലേക്ക് ഒരു കപ്പ് തരണമെന്ന്, സ്നേഹത്തിൻ്റെതായ ഒരു കപ്പ് നിങ്ങളിലേക്ക് തരണം എന്നുള്ള ഒരു ആഗ്രഹം ആ പേഴ്സന്റെ ഉള്ളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു. പിരിഞ്ഞു നിന്ന സമയത്തായിരിക്കാം ഏറ്റവും കൂടുതൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കാനുള്ള കാരണവും. ക്യൂൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു വിജയത്തിന്റെ എനർജിയാണ്. അവരൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ആ യാത്രയിൽ അവർ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെ ആ വ്യക്തി പ്രതിജ്ഞ ചെയ്യുകയാണ്. 8 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കരിയറിലേക്ക് പണത്തിന്റെ പുറകെയോ പോയൊരു വ്യക്തിയായിരിക്കാം ആ പേഴ്സൺ. എന്നാൽ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് അത് മാത്രമല്ല ജീവിതം എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരവരുടെ കരിയറിലേക്ക്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അവർ അതിലൊരു വിജയം കൈവരിച്ചു. എന്നാൽ അത് മാത്രമല്ല തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ആ പേഴ്സന്റെ ഉള്ളിൽ ഈ ഒരു ടൈമിൽ വന്നിരിക്കുകയാണ്. പണം മാത്രം ജീവിതത്തിന് സന്തോഷിപ്പിക്കില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ടെൻ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളും കൂടെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ, പണത്തോടൊപ്പം തന്നെ നിങ്ങളും കൂടെ അവരുടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേഴ്സൺ സന്തോഷം എന്താണ് എന്നുള്ളത് പൂർണ്ണമാകൂ എന്നവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു ടൈമിൽ കേട്ടോ. നിങ്ങളുമൊത്തുള്ള ഒരു ജീവിതം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി മാത്രമല്ല ലൈഫ്, സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ കൂടെ വേണം എന്നവർ തിരിച്ചറിയുകയാണ് ഈ ഒരു സമയത്ത് കേട്ടോ. അവർ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നു. എന്തോ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയാൻ പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ആയിരിക്കാം. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, വഴിപാടുകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കാം.
അതിന്റെ ഭാഗമായിട്ട് ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ആ വ്യക്തി എല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. നിങ്ങളുമായിട്ടൊരു ജീവിതം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു മിസ്സിംഗ് എനർജി ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മാറിയ സമയത്ത് അവർ ഒരുപാട് സന്തോഷത്തിലൂടെയാണ് കടന്നു പോയത് എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, അവർ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്, ദുഃഖിതനായിരുന്നു അവർ. ഏസ് ഓഫ് വാണ്ട്സ് ആണ്. അവരൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അത് എങ്ങനെ വേണം എന്നൊരു ചിന്തയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു പേടിയൊക്കെ ആ വ്യക്തിയുടെ മൈൻഡിലുണ്ട്. അപ്പോൾ എങ്ങനെ വരണം എന്നുള്ളൊരു ആലോചനയിലാണ്. ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. അവർ തീരുമാനിക്കുന്നത് എങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് വരണം. അവർക്ക് പേടിയുണ്ടെങ്കിലും അവരിപ്പോൾ യൂണിവേഴ്സലിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് തന്നെ അവർ മുന്നോട്ട് വരികയാണ്. യൂണിവേഴ്സൽ സപ്പോർട്ട് അവർക്കുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ, ഒരു ന്യൂ ബിഗിനിങ് വേണം, ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആ പേഴ്സൺ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ പേഴ്സൺ ഇറങ്ങിക്കഴിഞ്ഞു. 4 ഓഫ് കപ്സ് ആണ്. ആ പേഴ്സണ് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അവർക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ വന്നിരുന്നു. പക്ഷെ അവർ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. നിങ്ങളിലേക്ക് തന്നെ വരണമെന്നും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ആ പേഴ്സന്റെ ഉള്ളിൽ മുഴുവനും. അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള അവസരങ്ങൾ വന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ആ പേഴ്സന്റെ ഉള്ളിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. നിങ്ങൾ തന്നെയായിരുന്നു അവരുടെ എല്ലാം. നിങ്ങളെയായിരുന്നു അവർക്ക് ഇത്രയും കാലം ഒരുപാട് മിസ് ചെയ്തിരുന്നത്. അവർ ഈ ഒരു സമയത്ത് അറിയുന്നുണ്ട്, അവർ വരാൻ കുറച്ച് താമസിച്ചു പോയി, നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു ആബ്സെൻസിൽ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു ടൈമിൽ. എങ്കിലും ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു ലൈഫ് തരണമെന്നും അവർ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്ട്രെങ്ത് കാർഡാണ്. അവർക്ക് സ്നേഹത്തിന്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസ് കാർഡും വന്നിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി തരണമെന്ന്, നിങ്ങൾക്ക് അർഹമായ നീതി തരണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.